ആരോഗ്യരംഗത്തെ സ്ഥിതിവിശേഷം കേരളത്തിൽ സജീവ ചർച്ചാ വിഷയമാകുന്നതിനിടയിൽ വീണ്ടും പിണറായിയുടെ മൂക്കിൻ തുമ്പിലുള്ള പരിയാരം മെഡിക്കൽ കോളേജിന്റെ ദുരവസ്ഥയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പനിയും നെഞ്ചുവേദനയുമായി എത്തിയ രോഗികളെ ഉൾപ്പെടെ ചികിത്സിക്കുന്നത് തറയിൽ കിടത്തിയാണെന്ന വിവരമാണ് ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത്. ഇവരെല്ലാം അഭയം പ്രാപിച്ചിരിക്കുന്നത് ആശുപത്രികളുടെ വരാന്തകളിലാണ്. 1-2 ദിവസങ്ങളായി ആശുപത്രി വരാന്തയിൽ കിടക്കുന്നവർ ഇവിടെയുണ്ട്. കിടക്കുന്നിടത്ത് തന്നെ വെച്ചാണ് ആളുകൾക്ക് ഡ്രിപ്പ് ഉൾപ്പെടെ നൽകിയിരിക്കുന്നത്. തറയിൽ കിടന്നുള്ള ബുദ്ധിമുട്ട് കലശലാകുമ്പോൾ പലരും രാത്രികാലങ്ങളിൽ ആശുപത്രി ഉപകരണങ്ങളും പഞ്ഞിയുമൊക്കെ സൂക്ഷിച്ച് ചാക്കുകൾക്ക് മുകളിൽ അഭയം തേടേണ്ട അവസ്ഥയിലാണ്. ആശുപത്രികളിൽ എത്തിയ രോഗികളുടെ എണ്ണം വർദ്ധിച്ചതിനാലാണ് ഇത്തരമൊരു അവസ്ഥയെന്നാണ് അധികൃതരുടെ വിശദീകരണം. അത്യന്തം ദുഷ്കരമായ അവസ്ഥയിൽ ആശുപത്രിയിൽ എത്തിച്ചേരുന്നവർ ഇത്തരത്തിൽ തറയിൽ അഭയം പ്രാപിക്കേണ്ട ദുരവസ്ഥ ഒരുപക്ഷെ കേരളത്തിന്റെ മാത്രം സ്ഥിതിവിശേഷമായിരിക്കാം. സ്വകാര്യ ആശുപത്രിയിൽ പോകാൻ പണമില്ലാത്ത പാവപ്പെട്ട ജനങ്ങളാണ് ഇത്തരത്തിലുള്ള ദുരവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് ചെയ്തു, ഇത് ചെയ്തു, വികസനം വിരൽ തുമ്പിൽ എന്ന് പറയുമ്പോൾ നമ്പർ 1 ആരോഗ്യ കേരളത്തിലെ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളുടെ ഫലമാണ് ഇത്തരത്തിൽ ഓരോ വാർത്തകളിലൂടെ പ്രതിഫലിച്ചു കൊണ്ടിരിക്കുന്നതെന്ന ബോധ്യം സർക്കാരിന് ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ആശുപത്രി കിടക്കകൾ നിറഞ്ഞുവെന്ന് അധികൃതർ മറുപടി നൽകുമ്പോൾ മഴക്കാലമോ പകർച്ചവ്യാധികളുടെ കാലമോ ഒന്നും അല്ലാഞ്ഞിട്ട് കൂടി എങ്ങനെ 1000-ഓളം വരുന്ന ആശുപത്രി കിടക്കകൾ നിറഞ്ഞു എന്നതിന് ഉത്തരം വേണ്ടേ? അതിനൊരു ഉത്തരമുണ്ട്. ഏതാണ്ട് 4 കൊല്ലം മുൻപ് തുടങ്ങിയതാണ് പരിയാരം മെഡിക്കൽ കോളേജിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ. 40 കോടി ചെലവിട്ട് നവീകരണം, എന്നാൽ എവിടെയും എത്തിയിട്ടുമില്ല. പണി പൂർത്തിയാക്കാത്തതിനാൽ തന്നെ വാർഡുകൾ ഉൾപ്പെടെ അടച്ചിട്ട നിലയിലാണ്. അതാണ് ഇത്തരത്തിൽ കിടത്തി ചികിത്സകൾ നിലത്താകാനുള്ള കാരണവും. അത് പക്ഷേ അധികൃതർക്ക് തുറന്നു പറയാൻ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം വാ തുറന്നാൽ ഒന്നുകിൽ പണി പോകും, അല്ലെങ്കിൽ കള്ളക്കേസിൽ കുടുക്കുമെന്ന ഭയം അവർക്കുണ്ട്. മെഡിക്കൽ കോളേജിലെ ഡയാലിസിസ് കേന്ദ്രത്തിന്റെയും ഓപ്പറേഷൻ തിയേറ്ററുകളുടെയും വിവിധ വാർഡുകളുടെയും ലിഫ്റ്റുകളുടെയും ഉൾപ്പെടെ പണികൾ ഇന്നും അവതാളത്തിൽ തന്നെ തുടരുകയാണ്. മന്ത്രിമാരുടെ സ്ഥിരം സന്ദർശനവും നിർദ്ദേശം കൊടുപ്പുകളും ഒക്കെ നടക്കുന്നതല്ലാതെ പണികളൊന്നും എവിടെയും എത്തുന്നുമില്ല. രോഗികൾക്ക് ആശുപത്രികളിൽ തല ചായ്ക്കാൻ കിടക്കകൾ പോലും ഒരുക്കാൻ കഴിയാത്ത ഗതികേട് വരെ എത്തിയിരിക്കുന്നു നമ്പർ 1 കേരളത്തിന്റെ മഹത്വം. ഈ ഒരു അവസ്ഥയിലേക്ക് കേരളത്തെ എത്തിച്ചതിൽ പിണറായി ഉൾപ്പെടെയുള്ളവർ അഭിമാനപൂരിതരാവുക തന്നെ വേണം.